السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. بسم الله الرحمن الرحيم. ഒരു കഥയും തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അതായത് ഇമാം കള്ളനല്ല. അതായത് ഇങ്ങനെ ഒരു റമദാന്റെ സമയത്ത് ഒരു ഉസ്താദിനെ അവരെ വീട്ടിന്റെ അടുത്തുള്ള ഒരാള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പം അങ്ങനെ ഉസ്താദ് പള്ളി ആ വീട്ടിലെ ആളെ കൂടെ ഉസ്താദ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കാനും ആൾക്കാർ നമ്മളെ വീട്ടിൽ വരുമ്പോൾ അവരെ ലിവിംഗ് റൂമിൽ ഇരുത്തുമല്ലോ, അതുപോലെ ഉസ്താദിനെ ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ട് ഭർത്താവ് അടുക്കളയിലേക്ക് പോയി. ഭാര്യനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന കാര്യം പറയാനും അതുപോലെ ഭക്ഷണങ്ങൾ വിളമ്പാൻ ഭാര്യനെ സഹായിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഭർത്താവ് അടുക്കളയിലേക്ക് പോയി. അപ്പൊ അങ്ങനെ അടുക്കളയിൽ എത്തിയിട്ട് കുറെ ഒരു 5-10 മിനിറ്റ് ആയ സമയത്ത് ലിവിംഗ് റൂമിൽ ഇവര് ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ഫാനിന്റെ സ്പീഡ് കൊണ്ട് ഇവര് കുറച്ച് പൈസ അവരിയ്ക്കുന്ന ലിവിംഗ് റൂമിന്റെ ഒരു സൈഡിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫാനിന്റെ സ്പീഡ് കൊണ്ട് ഈ പൈസ കംപ്ലീറ്റ് പാറിപ്പോയി. അപ്പൊ ഉസ്താദ് ഇത് കണ്ടേരം എല്ലാ പൈസയും എടുത്തു വെച്ചിട്ട് എല്ലാ പൈസയും ഉസ്താദ് പാറിപ്പോയ എല്ലാ പൈസയും എടുത്ത് എന്ത് ചെയ്ത് മേശപ്പുറത്തുള്ളൊരു കിതാബിനുള്ളിൽ വെച്ച്. അപ്പൊ അങ്ങനെ ഉസ്താദ് ഭക്ഷണം എല്ലാം കഴിച്ച് അങ്ങനെ പോയ സമയത്ത് ഇവരെ പൈസ കാണുന്നില്ല. അപ്പോ അവിടെ ഒരു സംശയം വന്നല്ലോ ഉസ്താദിന്. അപ്പൊ ഇവര് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതിനെ കുറിച്ച് സംസാരിച്ചു. ഉസ്താദ് അല്ലാണ്ട് വേറെ ആരോട് വന്നിട്ടില്ല, ഉസ്താദിൽ എടുത്തിട്ടുണ്ടാവാന്ന്. അപ്പോ ഇവർക്ക് ഇത് ചോദിക്കാനും മടിയായി ഉസ്താദിന്റെ അടുത്ത്, എങ്ങനെ ഡയറക്റ്റ് ചോദിക്കാന്നുള്ളത്. അങ്ങനെ പിന്നെ ഈ പള്ളിയിലേക്ക് പോവാൻ തന്നെ ഈ വീട്ടിലുള്ള ഒരാൾക്ക് മടി. കാരണം ഇവരെ തുടർന്നിട്ടാണ് നിസ്കരിക്കേണ്ട, ഒരു കള്ളനെ തുടർന്നിട്ടാണ് നിസ്കരിക്കുന്നുണ്ട് എന്നുള്ളതൊരു തോന്നൽ ഇവരെ മനസ്സിൽ. അങ്ങനെ ഒരു ഏകദേശം ഒരു വർഷാവാനായി. അടുത്ത റമദാനിലും ഈ പറഞ്ഞ ഉസ്താദിനെ തന്നെയാണ് ഇമാമായിട്ട് ആ നാട്ടുകാര് എടുത്തത്. അപ്പൊ ഇതേപോലെ ഒരു ദിവസം ഓരോ വീടുകളിൽ അങ്ങനെ ക്ഷണിക്കുമല്ലോ ഭക്ഷണത്തിന്, അതേപോലെ തന്നെ ഇയാളെ വീട്ടിൽ ആദ്യം ക്ഷണിച്ച് അടുത്ത റമദാനില്. അങ്ങനെ ക്ഷണിച്ചപ്പോ ഉസ്താദിനോട് ഇവര് ചോദിക്കും, ഈ വീട്ടിലെ ആള് ചോദിക്കും ഉസ്താദിനോട് കുറേ ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ എങ്ങനെയാ ചോദിക്കേണ്ടതെന്നുള്ള മടി കൊണ്ടാന്ന് ചോദിക്കാത്ത. അന്ന് ഉസ്താദ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലിവിംഗ് റൂമില്. അപ്പൊ നമ്മൾ കുറച്ച് പൈസ ഇവിടെ ലിവിംഗ് റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ആ പൈസ കാണുന്നില്ല എന്ന് പറയും. അപ്പൊ ഉസ്താദ് അല്ലാണ്ട് വേറെ ആരോട് വന്നിട്ടില്ല, ഉസ്താദ് തന്നെ ഇത് എടുക്കാൻ സാധ്യത എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉസ്താദ് അപ്പോഴത് കേട്ടനെ കരയും, ഭയങ്കര സങ്കടപ്പെട്ട് കരയും. അപ്പൊ ഉസ്താദ് പറഞ്ഞ് ആ പൈസ ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾ ഈ കിതാബിന്റെ ഉള്ളിൽ തന്നെ ഖുർആന്റെ ഒരു ഏറ്റവും ലാസ്റ്റ് സൈറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ ഉസ്താദ് പറയാം, എന്നെ നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചതിലല്ല എനിക്ക് സങ്കടം, എനിക്ക് വിഷമമായതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ ഒരു വർഷമായിട്ട് ഈ കിതാബ് ഒന്ന് മറച്ചു നോക്കിയിട്ട് പോലും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അത് മറച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ആ പൈസ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഖുർആനായിട്ട് ഈ വെറും റമദാനിൽ മാത്രം നിങ്ങൾക്ക് ബന്ധമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നിട്ട് ഈ ഉസ്താദ് ആ സങ്കടം പറയും. നിങ്ങൾ എന്നെ കള്ളൻ വിളിച്ചതിൽ എനിക്ക് വിഷമമില്ല, നിങ്ങൾ കിതാബ് ഒന്ന് വായിച്ചു നോക്കാത്തതിൽ എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത്. അപ്പം അപ്പൊ ഇങ്ങനെ ഒരു ആമുഖം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് തന്നെ ഞാൻ പറയുന്നത് ആദ്യം റമദാൻ തീരാൻ നമ്മളിൽ നിന്ന് ഇനി അത്ര ദിവസമേ ഉള്ളൂ അല്ലെ. ഇപ്പൊ നമ്മളെ മുന്നിൽ ഖുർആനെല്ലാം നല്ലോണം ഉണ്ട്, നമ്മൾ പാരായണം ചെയ്തും അർത്ഥം പഠിക്കാനെല്ലാം നമ്മൾ മുൻപന്തിയിലുണ്ട് അല്ലെ, അൽഹംദുലില്ലാ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ
പിന്നെ മറിച്ച് നോക്കാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഈ ഒരു പിന്നെ മാസത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ശരിക്കും പറഞ്ഞാല് നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത്, റമദാൻ എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും എല്ലാ കാര്യത്തിലും അത് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ. വെറും പിന്നെ ഖുർആനായിട്ടുള്ള ബന്ധം, നമ്മളെ നോമ്പെടുപ്പിക്കുന്ന ശീലം, പിന്നെ അതേപോലെ തന്നെ എല്ലാ അവയവങ്ങളും നമ്മള് പിന്നെ സൂക്ഷ്മത ഉണ്ടാക്കിയെടുക്കാൻ, പിന്നെ എല്ലാ അവയവങ്ങളും എന്താണ് ഓരോ അവയവത്തിന്റെ കർത്തവ്യം, അത് അതിന് സത്യസന്ധമായ രീതിയിൽ കൊണ്ടുപോകാനും കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ റമദാനോട് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആനെ നമ്മുടെ ഒരു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഖുർആൻ നമ്മൾ സാഹിബുൽ ഖുർആനുകളായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തണം. അപ്പൊ സാഹിബുൽ ഖുർആാനുകൾ ഖുർആന്റെ കൂട്ടുകാരനായിട്ട് തന്നെ നമ്മൾ ഖുർആനെ മാറ്റിയെടുക്കണം. അത് ഖുർആനിന് പിന്നെ അങ്ങനെ ഒരു പിന്നെ കൂട്ടുകാരനായിട്ട്, നമുക്ക് കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണല്ലോ, ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അവര് ഈ കൂട്ടുകാരുടെ ഇഷ്ടം ഉണ്ടാകുന്ന നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കിയാൽ, അതുപോലെ ഖുർആനിനെ നമ്മൾ കൂട്ടുകാരനായി എടുക്കുമ്പോ നമുക്ക് കൂടുതൽ അതിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ പഠിക്കാനും ഇഷ്ടത്തോടെ, പിന്നെ അതിന്റെ സ്നേഹത്തോടെ അതിൽ ഇറങ്ങി പഠിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പൊ ഖുർആൻ നമ്മെ ഈ തലക്കെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ നമ്മെ വിളിക്കുന്ന തലക്കെട്ടില് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വലിയൊരു കാരുണ്യമാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പൊ റമദാനില്. കാരണം പിന്നെ നമ്മൾ ഓരോരുത്തർ ആലോചിച്ച കാര്യം തന്നെ ആയിരിക്കും. പിന്നെ നമ്മള് അതായത് ഈ റമദാൻ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞ എന്നത് പറഞ്ഞത്, നമുക്ക് ആയുസ് ഈ ഒരു റമദാനും കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആയുസ് നേടിത്തന്നല്ലേ, അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ കഴിഞ്ഞ റമദാനിൽ നമ്മളപ്പോ ഇതുപോലെ ക്ലാസ്സിന് ഉണ്ടായതും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച നമ്മളെ ഉമ്മയാവാം, ഉപ്പയാവാം, സഹോദരികളാവാം, ആരും ആവാം, അവരിന്ന് നമ്മളെ കൂടെ ഇല്ലാത്തവരുണ്ട് അല്ലെ. അപ്പൊ അത് നോക്കുമ്പോ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ, അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ അപ്പൊ പിന്നെ നമ്മൾ വിചാരിക്കും മരിച്ചവര് മരിച്ചു കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നവർ. അപ്പൊ നമുക്കൊരു ധാരണ ഉണ്ടാവും അല്ലെ, നമ്മളും അവരും തമ്മിൽ ഭയങ്കര ഒരു പിന്നെ അവര് മരിച്ചു കഴിഞ്ഞാൽ അവർ പരലോകത്ത്, നമ്മൾ ഈ ദുനിയാവിലുണ്ട്. അപ്പൊ നമ്മൾ അത് ചിന്തിക്കുമ്പോ ഭയങ്കര ഒരു അകലെയുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ഇനി നമ്മൾ കുറെ കാലം ജീവിക്കല്ലോ എന്നുള്ളൊരു തോന്നലായിരിക്കും നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മരണം എന്ന് പറയുന്നത് നമ്മളെ എപ്പോ നമ്മളെ കൂടപ്പിറപ്പാണ് അല്ലെ. ഏത് സമയവും ആ ഒരു സത്യം പുലരും, ഏത് സമയവും. അപ്പോ മരിച്ചവര് മരിച്ചു കഴിഞ്ഞു, പക്ഷെ അവരെ തൊട്ടടുത്ത് തന്നെ നമ്മളുണ്ട് എന്നുള്ള സത്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ പിന്നെ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് പിന്നെ അതായത് മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഒരു ഭയഭക്തി ഉണ്ടാവുക. നമുക്കിപ്പോ ഒരു മരിച്ച വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാല്, പോയി വന്നു കഴിഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുറച്ച് ദിവസം നമുക്ക് ഒരു ഉൾഭയവും എന്തൊക്കെയോ ഒരു നല്ലൊരു പിന്നെ എന്താ പറയാ തക്കുവയിലുള്ള പോലെ ഉണ്ട് നമുക്ക് ആ കുറച്ച് ദിവസം വരെ. പിന്നെ നമ്മൾ ആ പഴയതിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അതുപോലെ മരണം എന്ന് പറയുന്നത് നമ്മളെ കൂടപ്പിറപ്പ്, ഒരിക്കലും അകലെയല്ല. ആ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വലിയ അനുഗ്രഹം തന്നിരിക്കുകയാണ് ഈ റമദാൻ നമുക്ക് ജീവിക്കാൻ കഴിയാന്ന് പറയുന്നത്. ഈ പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള അവസരമാണ് ശരിക്കും പറഞ്ഞാല് പിന്നെ റമദാൻ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കത് നൽകി അല്ലെ, അൽഹംദുലില്ലാഹ്. ഇനി അത് നമ്മളെ ഡ്യൂട്ടിയാണ് ഇനി അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത്. അപ്പം പിന്നെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും നല്ല രീതിയിൽ ഈ റമദാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓരോ സെക്കൻഡുകളും, ഓരോ മിനിറ്റുകളും, ഓരോ മണിക്കൂറുകളും എല്ലാം ഖുർആനായിട്ടും, പിന്നെ നമ്മൾ വെറും ഖുർആനിലായി പോകരുത്, അത് വേറെ. നമുക്ക് ഖുർആന് എപ്പോഴും നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകൾക്കും നമുക്ക് പ്രതിഫലം കൂടുതലാണ് അല്ലെ റമദാനിൽ. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള നല്ല ഇബാദത്തുകൾ എടുക്കാനുള്ള നല്ല തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാഹ് റമദാന് 20 നമ്മൾ അങ്ങനെ കാല് എടുത്തു വെക്കാൻ പോകുന്നു അല്ലെ, ഏറ്റവും അവസാനത്തെ 10 ആ അവസാനത്തെ 10 എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസങ്ങളാണ്. അല്ലാഹുമ്മ ബല്ലിഅനാ ലൈലത്തുൽ ഖദ്ർ, അത് നമ്മൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അല്ലാഹുമ്മ ബല്ലിഅനാ ഫീ ലൈലത്തുൽ ഖദ്ർ, ഈ ലൈലത്തുൽ ഖദ്റിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ നമുക്ക് ഏറ്റവും നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല നല്ല ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മളെ കുടുംബത്തിനും നമ്മളെ വേണ്ടപ്പെട്ടവർക്കും നമ്മളെ ഇണകൾക്കും നമ്മളെ മക്കൾക്കും എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ ഖലാസോടുകൂടി നല്ല നല്ല ഇബാദത്തുകൾ എടുക്കാൻ നല്ല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കല് പറഞ്ഞതായിട്ട്, സഹാബികളോട് പറഞ്ഞതായിട്ട് പിന്നെ ഒരു കാര്യം കേൾക്കാം. അതായത് സത്യം ഇച്ഛകളെ നയിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതായത് സഹാബി, അതായത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സത്യം ഇച്ഛകളെ നയിക്കുന്ന കാലഘട്ടം.
എന്നാൽ ഇനിയൊരു കാലം വരാനുണ്ട്. അന്ന് മനുഷ്യന്റെ ഇച്ഛകളായിരിക്കും സത്യത്തെ നയിക്കുക. പിന്നെ അബ്ദുല്ലാഹി മസൂദ് ആ കാലത്തിനെ തൊട്ട് എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാല് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു കാവൽ രക്ഷ ചോദിച്ച ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. മനുഷ്യന്റെ ഇച്ഛകളായിരിക്കും ശരിക്കും അതാ ഇച്ഛകൾ തന്നെയാണല്ലോ സത്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. അത് ഒരു അതിൽ നമുക്കൊന്നും ആരോടൊരു നോ അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോ അത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. അങ്ങനെ പറയുമ്പോ നമ്മൾ തെറ്റിനെ തെറ്റായിട്ടും ശരിയായിട്ടും നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് പോലും പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വരും എന്ന് ഒരു ഹദീസ് വഴി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ നമ്മൾ ആ കാലത്തിനെ തൊട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടി തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളെ മക്കളെയും എല്ലാവരും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ നമ്മള് അതായത് മുസ്ലിങ്ങൾ എന്ന നിലക്ക് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സത്യം അസത്യം കാണുമ്പോൾ സത്യം കാണുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് നല്ല തൃപ്തിയാ മനസ്സ്. അപ്പൊ ഇസ്ലാമിൽ അല്ലാത്ത കാര്യങ്ങള് നമ്മളെ മുസ്ലിങ്ങളല്ലാത്തവർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിലല്ലാത്ത കാര്യം നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ തന്നെയുള്ള അവസ്ഥ പറയാം. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അവരോട് അതിനെ കുറിച്ചൊന്നും പറയാനുള്ള ഒരു എന്താ പറയാ, ഇനി നാവ് പൊന്തുകയാണ് നമ്മൾ പറയില്ല, അതുപോലെ ആ പറയാനുള്ളൊരു അതായത് നമ്മൾ ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ട് ഇവനിപ്പോ ഞാനത് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ പ്രശ്നമാവോ, അല്ലെങ്കിൽ അവര് ഇനി അങ്ങോട്ട് എന്നോട് മിണ്ടൂലേ, അങ്ങനെ ആ ഒരു ഒരവസ്ഥയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവൾ പറയുമ്പോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഭംഗിയാണെന്നത് നമ്മള് തെറ്റിനെ തെറ്റായിട്ടും ശരിയായിട്ടും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരും നമ്മളിപ്പോ അൽഹംദുലില്ലാ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അപ്പം ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ എന്ന നിലക്ക് നമ്മുടെ മേലെയുള്ള ഒരു ബാധ്യതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിയും തെറ്റും മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അത് നമ്മള് വളരെ ഹിക്മത്തോടു കൂടിയിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൊരു ഇത് പറയുന്നുണ്ട്, പൂച്ചന്റെയും മനുഷ്യന്റെ സ്വഭാവത്തിന്. ഒരു പൂച്ചക്കുട്ടിന്റെ മുന്നിൽ നമ്മള് ആ പൂച്ച ഒരു മീൻ കഷ്ണോ അതിന്റെ ഒരു മലവും വെച്ചു കൊടുക്കുക. അപ്പൊ ആ പൂച്ച സെലക്ട് ചെയ്യുക മീൻ കഷ്ണമായിരിക്കും. അപ്പൊ എന്നാൽ ഈ നമ്മള് ചെറിയ ഒരു 6 മാസത്തെ കുട്ടിന്റെ മുന്നിൽ നമ്മള് ഒരു എന്താ പറയാ പലഹാരങ്ങളും നല്ല ഫ്രൂട്ട്സും ഭക്ഷണമെല്ലാം വെക്കുന്ന ഒരു ഭാഗത്ത് ആ കുട്ടി എന്നെ അപ്പിയിട്ട് ആ സൈഡിൽ അതുമുണ്ട്, അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഇത് രണ്ടും കൂടി കാണിക്കാനുള്ള ഈ കുട്ടിക്ക് അറിയൂല എന്തെന്ന് ഇത് ഏതാണ് ഇതിൽ ഞാൻ എടുക്കേണ്ടതെന്നില്ല. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, ഈ ഫ്രൂട്ട്സും തിന്നും പലഹാരം തിന്നും. ഈ ആ കുട്ടിന്റെ മലം തന്നെ ഒരു കൈയോട് എടുത്തിട്ട്, നമുക്കറിയാം നമ്മളെ കുഞ്ഞു മക്കളെ ആ ചെറിയ കുട്ടികളുള്ളവർക്ക് അറിയാം, നമുക്ക് നമ്മളെ കുട്ടികളെ പറ്റി അറിയാം, അവർക്ക് അത് അറിയില്ല അതിന്റെ ഏതാണ് ഇതിൽ നിന്ന് എടുത്ത് കഴിക്കേണ്ടതെന്നും. അപ്പൊ ഇതില് നമ്മള് ആ കുട്ടികളെ നമ്മൾ ശീലിപ്പിച്ചെടുക്കണം. എങ്ങനെ ഇത് കഴിക്കരുത് മോനെ, അല്ലെങ്കിൽ തൊടാൻ പറ്റൂല എന്നുള്ളത് നമ്മൾ ചെറുതിലേ ആ കുട്ടിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പൊ ആടെ വരുന്ന എന്തെന്നാന്ന് നമ്മൾ അരുത് എന്ന് പറയുന്നത്, അതിൽ നമുക്ക് പറ്റൂല, നോ പറയേണ്ടത് നോ, ആ കുട്ടിനെ ശീലിപ്പിക്കുകയാണ്. അതുപോലെ ഓരോ കാര്യത്തിൽ നമ്മൾ മനുഷ്യന്മാരെ തെറ്റും ശരിയും പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണം. അതിന് മൃഗങ്ങൾ അതിന്റെ അതായത് മൃഗങ്ങളും ജീവികളിൽ അതിന്റെ നാച്ചുറൽ അനുസരിച്ച് ജീവിച്ചിട്ട് അങ്ങനെ മരിച്ചു പോകും. എന്നാല് മനുഷ്യനൊരിക്കലും അങ്ങനെയല്ല. അത് മനുഷ്യനെ സ്വഭാവം വെച്ചാല് അവർക്ക് ചെറുതിലേ പലതും പഠിക്കേണ്ടിക്കില്ലെല്ലാം പഠിക്കാനും, ഇനി ചിലത് നമ്മൾ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണ്ടാവും, ചിലത് ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടാവും, എന്തും ഓരോരുത്തരിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, അത് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അത് നമ്മൾ ആദ്യമേ അങ്ങനെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ അതിന്റെ തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ട് ഒരു പഠനത്തിലേക്ക് എത്തുക. ഒരു താറാവ് പ്രസവിച്ചു കഴിഞ്ഞാല് അത് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് പോവുക. അന്ന് ഒരു ചെറിയ കുട്ടി പ്രസവിച്ചാടുള്ള ഒരു കുട്ടിനെ നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താ സംഭവിക്കുക, ആ കുട്ടി എന്തായാലും മരിച്ചു അല്ലെ. അപ്പൊ മനുഷ്യനെ എല്ലാം നീന്തം പഠിക്കാനായിക്കോട്ടെ, എന്തൊരു കാര്യവും എല്ലാത്തിനും നമുക്ക് ആൾക്കാരെ സഹായം വേണം നമുക്കല്ലേ. അപ്പൊ ആ കുട്ടിനെ നമ്മൾ പഠിപ്പിക്കണം, അങ്ങനെ നീ അങ്ങനെ
വെള്ളത്തിൽ വീണാല് മരിച്ചു പോകുന്നുള്ളത് നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ മനുഷ്യനെ മനുഷ്യന് പ്രസവിച്ച് വീഴുന്നത് മുതൽ പിന്നെ അവരോട് കാര്യങ്ങൾ പറയാൻ ആളില്ലെങ്കിൽ, അതായത് അതിന് പിന്നെ എന്തൊരു കാര്യം അത് ശരിനെ ശരിയായും തെറ്റിന്റെ തെറ്റായും പറയാൻ ആളില്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ ഉണ്ടാവുക? ആ കുട്ടി ശരിക്കും ഒരു അബദ്ധത്തിലാണ് ആ കുട്ടി വളരുക, മോശമായ രീതിയിൽ വളരുക, അല്ലെങ്കിൽ തെറ്റും ശരിയും മനസ്സിലാക്കാത്ത രീതിയിലാണ് അവർ വളരുക. അപ്പൊ നമ്മൾ നാച്ചുറൽ അനുസരിച്ചല്ല ജീവിക്കേണ്ടത്. അപ്പൊ നമ്മൾ മനുഷ്യന്മാർ എന്ന് പറയുന്നത് കൾച്ചർ അനുസരിച്ച് ജീവിക്കണം. അപ്പൊ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് എന്ത് കൾച്ചറാണ് നമ്മൾ അനുസരിച്ച്. അപ്പൊ നമ്മളെ മുമ്പിൽ ഏറ്റവും വലിയ കൾച്ചറാണ് പരിശുദ്ധ ഖുർആൻ അല്ലെ. ഈ ഖുർആനിലൂടെ പിന്നെ പ്രവാചകൻ വഴി അള്ളാഹു നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഖുർആൻ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ ഫോളോ ചെയ്യണം. ഈ ഖുർആൻ ഫോളോ ചെയ്താൽ മാത്രമാണ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുള്ളൂ. ഈ ഖുർആൻ എന്റെ അതായത് നമ്മളെ സംസ്കാരത്തെയും സംസ്കാര സമ്പന്നമാക്കുന്ന ഒരു കിതാബാണ് ശരിക്കും പറഞ്ഞാല് വിശുദ്ധ ഖുർആൻ. ഒരു ഈ പിന്നെ കിതാബ് അതായത് സംസ്കാര സമ്പന്നമാക്കുന്ന ഒരു കിതാബാണ് എന്ന് മനസ്സിലാക്കി ദേഹേച്ഛയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടവും ഏറ്റുമുട്ടുമ്പോൾ ദേഹേച്ഛയെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഖുർആന്റെ പിന്നെ ആളുകളായി മാറുന്നത്. പിന്നെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നെ രക്ഷ ചോദിച്ചത് കണ്ടില്ല, മുകളിൽ നമ്മള് പറഞ്ഞല്ലോ ഈ ഒരു കാര്യം. അതായത് പിന്നെ മനുഷ്യനെ ഇച്ഛകൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുമെന്ന് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം വിശുദ്ധ ഖുർആൻ റമദാനുമായി ബന്ധപ്പെട്ട് വന്ന ആയത്ത് നമ്മുടെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ് അല്ലെ. പിന്നെ റമദാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ പിന്നെ ആ ആയത്തന്നെ വരിക അല്ലെ. അതെല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ആയത്ത് തന്നെയാണ്. പിന്നെ അപ്പൊ ഈ റമദാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേഗം വരെ നോമ്പാണ്. സത്യത്തിൽ റമദാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് എന്തെന്ന് ഖുർആൻ തന്നെയാണ് നമുക്ക് ആദ്യം വരാം. അപ്പൊ ഖുർആനിലൊരു ആയത്ത് പിന്നെ റമദാനെ കുറിച്ച് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പൊ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. റമദാനിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് ഖുർആൻ തന്നെയാണ്, ഖുർആൻ ഇറക്കി തന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നന്ദി സൂചകമായി, അതായത് ഖുർആൻ നമുക്ക് ഇറക്കി തന്നതിന്റെ നന്ദി സൂചകമായിട്ടാണ് പിന്നെ നമുക്കൊരു കൾച്ചർ പഠിപ്പിച്ചു തന്നിട്ട് ഹിദായത്ത് നൽകി എന്നതിന്റെ പേരിൽ ഒരു മാസം നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഖുർആൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകൂടി ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം. അതായത് ഫാത്തിഹ മുതൽ പിന്നെ അന്നാസ് വരെയുള്ള അധ്യായങ്ങളാണ് ഖുർആനുള്ളത്. അപ്പൊ ഏതൊരു ബുക്കിനും ഒരു ആമുഖം ഉണ്ടാവും അല്ലെ. അപ്പൊ ഖുർആനിന്റെ ഒരു ആമുഖം എന്ന് പറയുന്നത് പിന്നെ ഫാത്തിഹയാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റൂല, ഫാത്തിഹയാണ് ഖുർആന്റെ ആമുഖം. ഈ ഖുർആനിന്റെ പിന്നെ രണ്ടാമത്തെ അധ്യായം എന്ന് വെച്ചാൽ അൽ ബഖറ. നമുക്ക് എല്ലാവർക്കും അറിയാം. അൽ ബഖറ എന്നാല് പശു, ഒരു മൃഗത്തിൽ നിന്നാണ് ആ പേര് വന്നത്. അവസാനത്തെ പിന്നെ അധ്യായത്തിന്റെ പേര് മനുഷ്യൻ എന്നാണ്, അന്നാസ്. ഒരു മൃഗത്തിൽ തുടങ്ങി മനുഷ്യൻ അവസാനിക്കുന്നത്, അതായത് ഒരു മൃഗത്തിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്ന ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ അതായത് ഒരു മനുഷ്യൻ ഒരു ആവർത്തി ഖുർആൻ ഒരു പ്രാവശ്യം മുഴുവനായിട്ട് വായിക്കുമ്പോൾ, അതായത് അർത്ഥസഹിതം വായിക്കുമ്പോഴും അവന്റെ എല്ലാ മൃഗീയതകളെയും ഇല്ലാതെയാക്കി അവനെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുന്നതാണ് ഈ ഖുർആൻ. അതാണ് ഈ ബക്കറ മുതൽ നാസ് വരെ എന്നുള്ളതിന്റെ ഉള്ളടക്കം. ഈ ഖുർആൻ മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള ഒരു ഗ്രന്ഥമാണ്. അത് വായിക്കേണ്ട വിധത്തിൽ നാം ഓരോരുത്തരും വായിച്ചാൽ നമുക്ക് നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ കഴിയും. 4 സ്വഭാവങ്ങൾ ഗുണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 ബഹീമിയത്ത്, 2 സബൂഹിയത്ത്, 3 ഷൈത്താനിയത്ത്, 4 റബ്ബാനിയത്ത്. അപ്പൊ ബഹീമിയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നാൽക്കാലികളുടെ സ്വഭാവം, സബൂഹിയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിംസയുള്ള സ്വഭാവം, പിന്നെ ഷൈത്താനിയത്തിന്റെ ആ ഒരു സ്വഭാവത്തിനെ കുറിച്ച് പറയുന്നത്. റബ്ബാനിയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് റബ്ബിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ്
വിശുദ്ധ ഖുർആൻ. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തെ പഠിച്ചാൽ ആദ്യം പറഞ്ഞ ഈ 3 സ്വഭാവം കാണാൻ കഴിയും. മനുഷ്യൻ അതായത് മനുഷ്യൻ നാൽക്കാലിയേക്കാൾ മോശമാകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊടുക്കുന്നുണ്ട് അല്ലെ. ഓരോ പിന്നെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ പരസ്പരം അടി കഴിഞ്ഞിട്ടും കുത്തിയിട്ടും കൊലപ്പെടുത്തിയിട്ടെല്ലാം. അപ്പൊ അതിൽ അവർക്ക് ആ ഒരു നാൽക്കാലിന്റെ സ്വഭാവം വരുന്നത് കൊണ്ടാണ്. അപ്പൊ എന്നിട്ട് അതിൽ അവർ സന്തോഷം കണ്ടെത്തുകയാണ്. കാരണം അവരിൽ റബ്ബാനിയത്ത് ഇല്ലാതെ കൊണ്ടാണ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള സ്വഭാവം അവർ കാണിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാകാൻ നമ്മുടെ ഖുർആൻ പഠനം നമ്മളെ എല്ലാവരെയും പിന്നെ അതായത് ആ ഖുർആൻ പഠനം കൂടി നമ്മളൊരു നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മളെ ഖുർആൻ പഠനം. ഖുർആൻ തന്നെ ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഇന്ന ഹാദൽ ഖുർആൻ ഏറ്റവും ശരിയായ ദിശയിലേക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥം എന്നതാണ് ഖുർആനെ കുറിച്ച് പറയുന്നത്. ഏറ്റവും ശരിയായ ദിശയിലേക്ക് അല്ലെ മേഖലയിലേക്ക്. സാമ്പത്തിക ജീവിതം, സാമൂഹിക ജീവിതം, രാഷ്ട്രീയം ഏതെടുത്ത് നോക്കുമ്പോൾ എല്ലാം നമുക്ക് ഈ ഖുർആനിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് നമ്മളൊരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് മാറുമെന്ന് ഖുർആൻ നമ്മോട് പറയുന്നത്. സ്വഹാബികളുടെ രീതി പിന്നെ എന്തും വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക എന്നതാണ്. എന്തെങ്കിലും സംഗതികൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവര് റസൂലിന്റെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സംസാരിക്കുക, അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. അതായത് ഖുർആനിൽ കുറെ സ്ഥലത്ത് പറയുന്നത് അല്ലെ ചോദിക്കുന്നതിനെ കുറിച്ച്. അതായത് ഇൻഫാക്കിനെ കുറിച്ച്, ചെലവഴിനെ കുറിച്ച് അവർ. അതുപോലെ അതായത് ഹിലാലിനെ കുറിച്ച്, അതായത് കാലഗ്രഹണത്തെ കുറിച്ച് അവര് ചോദിക്കുന്നുണ്ട്. പിന്നെ യസ്അലൂനക അനിൽ ഷഹ്റിൽ ഹറാം, പവിത്രമായ മാസങ്ങളെ കുറിച്ച് അവര് നിന്നോട് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ യസ്അലൂനക അനിൽ ഹംറി വൽ മൈസിർ, ചൂതാട്ടത്തെ കുറിച്ചും ലഹരിയെ കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ വയസ്അലൂനക അനിൽ യതാമ, അവർ അനാഥകളെ കുറിച്ച് അവൻ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാം സ്വഹാബികള് പിന്നെ മുസൽമാനെ ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അത് ഖുർആനികപരമായ മറുപടി, അതായത് ഈ ചോദ്യത്തിനെല്ലാം ഖുർആനികപരമായിട്ടുള്ള മറുപടി കിട്ടിയതിനു ശേഷമാണ് അവര് അവരുടെ ജീവിതത്തെ പാകപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെ, ഈ സ്വഹാബിമാർക്ക് മാത്രമുള്ളതല്ല. അപ്പൊ സ്വഹാബിമാര് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ ജീവിതം അതുപോലെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു പറയാണ്, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഒരു 10 ആയത്തുകൾ പഠിക്കുന്ന ശീലമുണ്ട്, 10 ആയത്തുകൾ. അപ്പൊ എന്നിട്ട് ആദ്യം പഠിച്ച 10 ആയത്ത് ജീവിതത്തിൽ പ്രാവർത്തികമായതിനു ശേഷം അടുത്ത 10 ആയത്ത് നമ്മൾ പഠിക്കും. ഇങ്ങനെ സമയമെടുത്ത് ജീവിതവും ഖുർആനും തമ്മിൽ കണക്ട് ചെയ്ത് അങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു ഖുർആൻ പഠന രീതിയായിരുന്നു സ്വഹാബികൾക്ക് ഉണ്ടായിരുന്നത്. ഇത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഇങ്ങനെയുള്ള വ്യവസ്ഥ 10 വർഷം 10 ആയത്ത് വെച്ചിട്ട് അത് പഠിച്ചിട്ട് അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമായതിനു ശേഷമാണ് അടുത്ത ആയത്ത് പഠിക്കുള്ളൂ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പൊ നമ്മള് എത്രയോ ആയത്തുകൾ അങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ ജീവിതത്തിൽ അതിൽ നിന്ന് മുഴുവനായിട്ടില്ലെങ്കിൽ കുറെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് മുഴുവൻ എടുക്കാൻ പറ്റണം. എടുക്കാൻ വേണ്ടി അള്ളാഹിന്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ പിന്നെ അവരുടെ ജീവിതം അങ്ങനെയാണ്, ഖുർആനായിരുന്നു അവരുടെയൊക്കെ ജീവിതം. അപ്പൊ അല്ലെങ്കിലും ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് പിന്നെ പ്രവാചകനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോ ഒരൊറ്റ ഉത്തരാന്നല്ലേ കൊടുത്തത്, കുറെ വിവരിച്ചിട്ടൊന്നുമില്ല. ജീവിക്കുന്ന ഖുർആനായിരുന്നു. അപ്പൊ ജീവിക്കുന്ന ഖുർആനായിരുന്നു പറയുമ്പോ അതിലെല്ലാം പെട്ടു അല്ലെ, എല്ലാ കാര്യവും ഉൾക്കൊള്ളു. ഇനി അതിലൊന്നും ഇല്ലാണ്ടില്ല, എല്ലാ കാര്യം ഖുർആനിലുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം 23 കൊല്ലം കൊണ്ട് പരിവർത്തനം ഉണ്ടാക്കിയ ഖുർആൻ എത്ര കൊല്ലമായി ഞാനും നിങ്ങളും ഓരോരുത്തരും വായിച്ച് പഠിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കാം. അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് തന്നെ കിട്ടും അല്ലെ. ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെ കുറച്ചാണെങ്കിൽ കുറച്ച് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാത്തിനും പ്രതിഫലമുണ്ട്. ശ്രമിക്കുന്നതിനെല്ലാം നമ്മൾക്ക് വെറുതെ അല്ലേ, ഓരോ ശ്രമത്തിനും നമുക്ക് പ്രതിഫലമുണ്ട്. അപ്പൊ 23 കൊല്ലം കൊണ്ട് പരിവർത്തനം ഉണ്ടാക്കിയ ഖുർആൻ എത്ര കൊല്ലമായി നമ്മൾ ഇങ്ങനെ അതിനിങ്ങനെ ഖത്തം ഓതി തീർക്കുന്നത്. എത്ര റമദാനുകൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ റമദാനിൽ അല്ലാതെ തന്നെ ഈ വിശുദ്ധ ഖുർആൻ നമ്മൾ ഖത്തം തീർക്കുന്നുണ്ടാകും.
അപ്പൊ ഇങ്ങനെ ഹത്തം തീർത്ത് ശേഷവും എവിടെയാണ് നമ്മൾ ഉള്ളത്? ഇത്ര കൊല്ലായിട്ട് നമ്മള് ഇപ്പൊ ഇതില് 30 വയസ്സും 40 വയസ്സും 20 വയസ്സും എല്ലാം ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഓരോ പ്രായം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയും വർഷം നമ്മൾ ഓതിയിട്ട് നമ്മൾ എവിടെയാ എത്തിയത് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. 23 വർഷം കൊണ്ട് പരിവർത്തനം ഉണ്ടാക്കിയ ഖുർആന് നമ്മൾ എത്ര വർഷം കൊണ്ട് നമുക്ക് ഇത്രയും വർഷം നമ്മൾ ഖത്തം ഓതിയിട്ടും ഇപ്പൊ നമ്മള് എന്താ പറയാ തഫ്സീറുകളെല്ലാം പഠിക്കുന്നുണ്ട് അല്ലെ? അൽഹംദുലില്ലാ. അപ്പൊ ഈ തഫ്സീറുകളെല്ലാം പഠിക്കുമ്പോ നമുക്ക് ഖുർആൻ പാരായണത്തിൽ കൂടിയും തഫ്സീർ പഠനത്തിൽ കൂടിയും നമ്മളെ ജീവിതത്തിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടാ? മാറ്റം ഉണ്ടാവണം. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെ ഈ ശ്രമത്തിന് കണക്കില്ലാത്ത പ്രതിഫലം എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല തരും ഇൻഷാ അള്ളാഹ്. അങ്ങനെ നമുക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കാനുള്ള നല്ല മനസ്സ് എന്നുള്ള അനുഗ്രഹിക്കട്ടെ. ഖുർആനായിട്ട് എപ്പോഴും ബന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ മദീനയിലെ തെരുവുകളിൽ ഒരു എന്താ പറയാ വായിന്റെ ഉള്ളിൽ കൈയിട്ട് ഛർദ്ദിക്കുന്ന ഒരു ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ അതായത് മദ്യം നിരോധിച്ചുകൊണ്ട് അവസാനത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉണ്ടായതാണ് അങ്ങനെ. അത് അതായത് നിങ്ങൾക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് വിരമിക്കാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇൻതഹന ഇതാ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. നമ്മൾ മതിയാക്കി, നിർത്തി, വിരമിച്ച് എന്നൊക്കെ അവര് ഉറക്കെ വിളിച്ചു പറയാനായിട്ട് കാണാം. അപ്പം അതായത് മദ്യപാനം എന്നുള്ള ആ തിന്മ, വലിയ തിന്മയിൽ നിന്ന് അവര് മുഴുവനായിട്ട് അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അവര് വിളിച്ചു പറയുന്നത് നമ്മൾ നിർത്തി, ഇങ്ങനെ ഒരു ആയത്തിറങ്ങി നമ്മൾ മദ്യപിക്കൂല എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ അവര് അത് നിർത്തി ഉറക്കെ വിളിച്ചു പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ ഓരോ ആയത്തിൽ കൂടി നമ്മൾ വായിച്ചു കടന്നു പോയിട്ടില്ല എത്രയോ ആയത്തുകൾ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇത് ഞാൻ മതിയാക്കി, അല്ലെങ്കിൽ നമ്മളൊരു അനാവശ്യ വർത്താനം, അല്ലെങ്കിൽ എന്തോ ആട്ടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇതിൽ കൂടി പഠിക്കുമ്പോ ഇല്ല ഞാനിങ്ങനെ നിർത്തി, ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്നുള്ള അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള ഖുർആൻ പഠന രീതി നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. അതിന് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകട്ടെ ഇൻഷാ അല്ലാഹ്. സഹാബികൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാല് കിതാബു റബ്ബി എന്ന് അവര് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് പറയാറുണ്ടായിരുന്നു. ഇത് അള്ളാഹുവിന്റെ കിതാബാണ്, ഇത് അള്ളാഹുവിന്റെ കിതാബാണ് എന്ന് ഒരു ബോധ്യം ഒന്നുകൂടി അവര് മനസ്സിൽ ഉറപ്പിച്ചിട്ട് മാത്രമേ ഖുർആൻ പഠനം അവർ അവസാനിപ്പിക്കുകയുള്ളൂ. ഒന്നുകൂടി ആലോചിച്ച് നോക്കുക, അവരുടെ കയ്യിൽ മുസ്ഹഫ് ഉണ്ടായിരുന്നില്ല. നമ്മളോ മുസ്ഹഫിന്റെ ആളുകളാണ് അല്ലെ? അവര് ഖുർആനിന്റെ ആളുകളാണ്. എന്താണ് ഈ ഖുർആനും മുസ്ഹഫ്? ശരിക്കും മുസ്ഹഫ് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചട്ടക്കൂട്ടിലുള്ളത്. അപ്പൊ ഖുർആൻ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായതാ. അപ്പം സാബികൾക്ക് ഖതമ് തീർക്കുവാന് മുസ്ഹഫുകൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഖുർആൻ ഇറക്കിയത് അവരുടെ ഖൽബിലാണ്. അത് അവര് അങ്ങനെ അതിങ്ങനെ വായിച്ച് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അവരുടെ ജീവിതത്തിൽ അതിങ്ങനെ ഓരോന്നിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അവരുടെ ജീവിതം, അവരുടെ മരണം. അപ്പൊ ആ വായന നമ്മളെ ഈ മുസ്ഹഫിൻ തുറന്നു വെച്ചിട്ടുള്ള വായന നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ സ്വഹാബികൾക്ക് ഏത് രീതിയിലാണ് മാറ്റം ഉണ്ടാക്കിയത് ആ രീതിയിൽ നമ്മളിൽ മാറ്റം ഉണ്ടാവണം. എങ്കിൽ നമ്മുടെ ഖുർആൻ പാരായണവും വായനയും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് മാറണം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓടി തീർക്കുമ്പോൾ സെലക്ട് ചെയ്ത ഏതെങ്കിലും ഒക്കെ ആയത്തുകളോ അല്ലെങ്കിൽ നമസ്കാരത്തിൽ സ്ഥിരമായി ഓടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചിട്ട് അത് വായിക്കുകയോ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ഖുർആനിന്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് പഠിക്കാൻ അതായത് നമുക്ക് ആ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുകയുള്ളൂ. എന്നോട് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ സ്വഹാബിമാര് പഠിച്ച രീതിയിലുള്ള പഠനമായിരിക്കണം നമ്മൾ. അപ്പൊ ഉദാഹരണത്തിന് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അതായത് ഖുർആൻ ഓതിക്കൊണ്ട് നിൽക്കുന്ന ഒരാൾ ഈ ആയത്തിൽ കൂടി, അതായത് മാതാപിതാക്കൾക്ക് ഇഹ്സാൻ, അതായത് നന്മ ചെയ്തുകൊണ്ട് ഖുർആനിൽ അതായത് നമ്മൾ ഈ ഖുർആൻ ഖതമ് തീർക്കുമ്പോൾ നമ്മൾ ഓതിപ്പോകുന്ന ഭാഗം ഇത്. ഈ ഖതമ് തീർക്കുന്ന അതായത് ഈ ഖത്തം തീർക്കുന്ന നമ്മൾ, അതായത് എനിക്ക് ഭാര്യയോ അല്ലെ മക്കളോ ആരും മോനോ അപ്പൊ നമ്മളെ ഉപ്പായുടെ ഉമ്മായുടെ മോശമായിട്ട് പെരുമാറുന്നത് വിചാരിക്കാം. അപ്പൊ കഴിഞ്ഞ ഒരു 30-40 വർഷം കൊണ്ട് ഈ ആയത്ത് ഓതിക്കൊണ്ടേ ഇരിക്കുകയാണ് അവര്. അപ്പൊ ഈ ഓതുന്ന ഈ ആയത്തില് കുട്ടികൾ ഈ ആയത്ത് ഓതുമ്പോൾ അവര് ഉപ്പാനെയും ഉമ്മാനെയും കഷ്ടപ്പെടുത്തി അവരെ സങ്കടത്തിലാഴ്ത്തുന്ന
സ്വഭാവമുള്ള മക്കളാണെങ്കിൽ ഈ ആയത്ത് ഓതി എന്തിനുകൊണ്ട് എന്താണ് അവർക്ക് ഉപകാരം? നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണിത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ സൂറത്തു നൂറിൽ പറയുന്നുണ്ട് അല്ലെ, നമ്മളുടെ തലയും മാറും മറക്കണമെന്ന്. അപ്പൊ പെണ്ണിന്റെ ശരിക്കുള്ള ഡ്രസ്സ്, അതായത് ഔറത്ത് ഡ്രസ് കോഡാണ് ശരിക്കും പറഞ്ഞാല് ഡ്രസ് കോഡിൽ തലയും മാരടും മറക്കുന്നത് ഒരു പ്രധാന ഇതാണ്. ഇത് നമ്മൾ മറക്കുക എന്നുള്ളത്. അപ്പൊ തല മാത്രം മറച്ചാൽ പോരാ, ഒരു സ്ത്രീയുടെ മാഴം മറക്കല് നിർബന്ധമായ ഒരു കാര്യമാണ്. ഇത് ഇത് വാപ്പയും ഉമ്മയും ഇങ്ങനെ നമ്മളിപ്പോ മാതാപിതാക്കളിപ്പോ ഞാൻ തന്നെ ആയിക്കോട്ടെ, ഇല്ലെങ്കിലും നമ്മളിൽ ഓരോരുത്തരും നമ്മൾ ഈ ആഴത്തിൽ കൂടി കടന്നു പോകുമ്പോ നമ്മൾ ഇങ്ങനെ ഓതിക്കൊണ്ട് നിൽക്കുന്ന, അപ്പൊ നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികള് ചെറിയ പ്രായമുള്ള, അതായത് മാറും ഇതെല്ലാം വന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കുട്ടികള് നമ്മളെ വീട്ടിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് അവര് കോളേജിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂളിലായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷന് അങ്ങനെയുള്ളതിൽ ഇറങ്ങിപ്പോകുന്നത് ഈ പറഞ്ഞ രീതിയിലല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും ഈ ഒരു ആയത്ത് സൂറത്തു നൂറിലെ ആയത്ത് പാരായണം ചെയ്തതിനെ കൊണ്ട് എന്ന ഒരു കാര്യവും അല്ലെ, ശരിക്കും പറഞ്ഞാല് അള്ളാഹിനോട് എതിര് പ്രവർത്തിക്കുന്നവരായി മാറില്ല നമ്മള് പറയുന്നതും പ്രവർത്തിക്കുന്നതും മാറി മാറിയായിപ്പോ. അപ്പൊ നമ്മൾ വെറും ഖതമ് തീർക്കലല്ല, ഈ ഖതമ് തീർക്കുന്നതിന്റെ കൂടെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഈ ഖുർആനിന്റെ ഓരോ ആയത്തിലേക്ക് ഇറങ്ങിച്ചെല്ല്, അത് നമ്മൾ ജീവിതത്തിൽ അതിന് നമ്മൾ എന്താണോ വേണ്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. അപ്പം നമുക്ക് ചിന്തിക്കാം, അതായത് ഇസ്ലാമിൽ വന്ന പലരുടെ അനുഭവങ്ങൾ, ഇസ്ലാം മതം സ്വീകരിച്ച, അതായത് സ്വിറ്റ്സർലാൻഡിലെ പള്ളി നിരോധിക്കാൻ വേണ്ടിയിട്ട് മിനാരം നിരോധിക്കണമെന്ന് നിയമം പാസ്സാക്കിയാൻ വേണ്ടി വലിയ സമരം നടത്തിയ ഒരാളുണ്ട്. എന്നിട്ട് അവരുടെ സഭയ്ക്ക് അവര് അനുവാദം കൊടുത്തു ഇത് പൊളിക്കാനും ഇതാനും. അയാളെ പേരാണ് ഡാനിയൽ ട്രൈസ്. അപ്പോ ഇയാള് ഖുർആൻ അതായത് ഖുർആൻ എതിർക്കാൻ വേണ്ടി ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇയാള് വിമർശിക്കാൻ വേണ്ടിയിട്ട് ഖുർആന് വായിക്കാൻ തുടങ്ങി. അവസാനം ഈ മനുഷ്യനെ ഖുർആൻ വായന അയാളെ ഇസ്ലാമിലേക്ക് എത്തിച്ചു. അൽഹംദുലില്ലാഹ്. അങ്ങനെ അയാള് ഖുർആൻ മുഖേന അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിരവധി ആളുകളെ അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മളെ ഈ നമ്മുടെ ഖുർആൻ പാരായണം നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റും, നമുക്കോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള ആരെങ്കിലും നമ്മളെ ഈ ഖുർആൻ പഠനം മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ അയൽവാസികളിൽ, അല്ലെങ്കിൽ നമ്മളെ ഒറ്റ ബന്ധുക്കളില് അങ്ങനെ ആരെങ്കിലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ടോ? അപ്പം മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിച്ചവരാണ്. അപ്പൊ എതിർക്കാൻ വേണ്ടി പഠിച്ച ഖുർആൻ അദ്ദേഹത്തെ മാറ്റിമറിച്ചത് അതെങ്ങനെയാണ്? അത് ഖുർആനിന്റെ ആശയം അദ്ദേഹത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ വെറും വായനക്കാരാവാണ്ട് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ഖുർആൻ വായനയും ഖുർആനിന്റെ ആശയവുമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടത്. ഖുർആനെ കുറിച്ച് നമ്മൾ തിലാവത്തുൽ ഖുർആൻ എന്നാണല്ലോ പറയാറുള്ളത്. അപ്പൊ തിലാവത്ത് എന്നാല് നമ്മള് അതിനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഓതുക, അങ്ങനെ ഓതി വിടുക എന്നുള്ള അങ്ങനെ ഒരർത്ഥത്തിൽ നമ്മൾ പഠിച്ചു വെച്ചത് അല്ലെ. ഓതുക, വായിക്കുക എന്ന പാരായണം ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. എന്നാൽ തിലാവത്ത് എന്ന് പറഞ്ഞാൽ തല എത്തുലു എന്ന് പറഞ്ഞാല് അർത്ഥം അറിഞ്ഞ് പിൻപറ്റുക എന്നതാണ് തിലാവത്തിന്റെ അർത്ഥം. അല്ലാതെ വെറുതെ ഓതി വിടലല്ല. ഓരോ പദത്തിനകത്തും ഓരോ അക്ഷരത്തിനകത്തും അകത്തുള്ള ആശയം അറിഞ്ഞ് അത് ജീവിതം കൊണ്ട് പിൻപറ്റുകയാണ് തിലാവത്ത് എന്ന് പറഞ്ഞാൽ. ഈ രീതിയിൽ വിശുദ്ധ ഖുർആനിനെ തിലാവത്ത് ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഫാത്തിഹ മുതൽ അന്നാസ് വരെ ഓതി വിടുകയല്ല. അത് ഫാത്തിഹ മുതൽ അന്നാസ് വരെ ഓതുമ്പോ നമുക്ക് നമ്മളിൽ ഓതി വിടുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഖുർആനിന്റെ തണലിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യര് ആ ഖുർആൻ വായിച്ച് അതിൽ നിന്ന് അതായത് ഖുർആനെ ഓതി എടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയത്. അങ്ങനെയാണ് അവർ ഇസ്ലാമിന്റെ തണലിൽ എത്തിച്ചേർന്നത്.
അപ്പൊ ഉമർ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തലയെടുക്കാൻ വേണ്ടി വന്ന ഒരാളാണല്ലോ. അതായത് പെങ്ങളെ വീട്ടിൽ പോയ, അപ്പൊ പെങ്ങളെ വീട്ടിൽ പോയപ്പോ പെങ്ങളെ ഖുർആൻ പഴയ സൂറത്ത് ത്വാഹയിലെ ഒരു ആയത്ത് കേട്ടപ്പോഴാണല്ലോ ഉമർ അള്ളാഹുവിന് മാറ്റം സംഭവിച്ചത്. അങ്ങനെ അങ്ങനെ പിന്നെ ഉമർ അള്ളാഹു പിന്നെ ആ ഒരു ആയത്ത് മുഖേന ഉമർ അള്ളാഹുവിന്റെ മനസ്സിന് മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് പിന്നെ ആ ഖുർആന്റെ വായന മാറിയത് കൊണ്ടാണ് ഉമർ അള്ളാഹുവിനെ ആകെ മാറ്റിയെടുത്തത്. അപ്പൊ നമ്മളെ വീടുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഖുർആന് നമ്മളിപ്പോ ഒരു പുതിയ വീടെല്ലാം വീട്ടിൽ കൂടുമ്പോ അവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഖുർആൻ കൊള്ളാം, നല്ല അടിപൊളി ഖുർആൻ, ഗോൾഡൻ കളറിലെ ഖുർആൻ എല്ലാം എടുത്ത് ഫ്രെയിം ചെയ്ത് നല്ല സൂപ്പർ ഖുർആൻ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഷോക്കേസ് കൊണ്ടുവരും. ഷോക്കേസിൽ വെക്കണ്ടെന്നല്ല, അത് വെക്കല് മാത്രമായി പോരുത്, അതിൽ നിന്നുള്ള അതിന്റെ പിന്നെ ഉള്ളിലുള്ള ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള നല്ല പഠനവും നമ്മളെ ഭാഗത്തുനിന്ന്. അപ്പൊ എന്നാലാണ് പിന്നെ ആ പിന്നെ അതിൽ നിന്ന് നമുക്കൊരു പിന്നെ എന്താ പറയാ, അങ്ങനെയുള്ള ഖുർആൻ പഠനത്തിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളെ വീടുകളിൽ എന്താ പറയാ ഒരു പ്രകാശവും സമാധാനവും ആശ്വാസവും ഒക്കെ വേണ്ടിയിട്ട് വീടുകളിൽ ഹൃദയം തുറന്നു വെച്ചിട്ടുള്ള ഖുർആൻ പഠനം ഉണ്ടാവണം. അപ്പൊ ഹൃദയത്തിന്റെ കണ്ണുകൾ അടച്ചു വെച്ചതിന് ശേഷം മുഖത്തെ കണ്ണുകൾ തുറന്നു വെച്ചിട്ടുള്ള ഖുർആൻ വായനയല്ല നമുക്ക് വേണ്ടത്. അതായത് ആത്മാവിനെ സംവദിക്കാത്ത വായനയ്ക്ക് വരും. ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് വായിക്കുമ്പോഴാണ് ഈ ഖുർആനിക ആശയങ്ങൾ നമ്മുടെ ആത്മാവിനോട് സംവദിക്കുക. അപ്പോ അങ്ങനെയുള്ള പാരായണത്തിലെയാണ് പിന്നെ നാം ഓരോരുത്തരും അങ്ങനെയുള്ള പാരായണം ചെയ്യണം. അതായത് പിന്നെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു വെച്ചിട്ട്. അപ്പോ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു വെക്കുമ്പോൾ നമ്മളെ മുഖത്തെ കണ്ണുകൾ കൂടി തുറന്ന് അങ്ങനെ വായിക്കുമ്പോഴാണ് ആത്മാർത്ഥമായിട്ടൊരു ഖുർആൻ പഠനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇങ്ങനെ ആശയം അറിയാതെ ഖുർആനിന്റെ അക്ഷരങ്ങളിൽ മാത്രം ശ്രമിക്കുന്ന മനുഷ്യർ നമുക്ക്, അതായത് ഈ പിന്നെ ഖുർആനിന്റെ അക്ഷരങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന മനുഷ്യരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതായത് സാലിബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖുർആൻ ഓതിക്കൊണ്ട് അതായത് പിന്നെ അബ്ദുല്ലാഹിബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഇവരെ സ്വഹാബിമാരെ കൂടിയിരുന്ന സമയത്ത് അവരടുത്തേക്ക് പോയപ്പോ പിന്നെ പ്രവാചകൻ പറയുന്നു, ഒരു ഖുർആനേ ഉള്ളൂ, പക്ഷെ അത് വായിക്കുന്നത് ഇത് ഒരു അള്ളാഹുവിന്റെ ഒരു കിതാബേ ഉള്ളൂ, എന്നാൽ ആ ഖുർആന് പാരായണം ചെയ്യുന്നവര് വ്യത്യസ്തമായ മനുഷ്യരാണ്. സുബ്ഹാനല്ലാഹ്. അത് അതിൽ കറുത്തവര്, വെളുത്തവര്, വ്യത്യസ്ത പിന്നെ കോലത്തിലുള്ള മനുഷ്യന്മാര്, പിന്നെ അപ്പൊ അവരെല്ലാരും ഒരൊറ്റ ഈ ഖുർആൻ മാത്രം പാരായണം ചെയ്യുന്നത്. അപ്പൊ റസൂല് പറയുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഈ ഒരു പിന്നെ അവസ്ഥ, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്യും റസൂല്. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഒരു കാലഘട്ടം വരും, ഒരു കൂട്ടര് ഈ സമുദായത്തിൽ വരാനുണ്ട്. അവർ ഈ ഖുർആനിന്റെ അക്ഷരശുദ്ധിയും മഖ്റജുകളും അതിന്റെ നിയമങ്ങളും മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ. ആ ഓതുന്ന കാര്യം അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നു. പിന്നെ അപ്പൊ അങ്ങനെയുള്ള നമ്മൾ അങ്ങനെയുള്ള അശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. പ്രവാചകൻ പറഞ്ഞ ആൾക്കാരിൽ പിന്നെ അതായത് നമ്മള് പിന്നെ അക്ഷരവും നിയമവും ശ്രദ്ധിക്കേണ്ട, അങ്ങനെ തജ്വീദ് നിയമം നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല, അത് ശ്രദ്ധിക്കണം. പക്ഷെങ്കിൽ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക് ഇറങ്ങാൻ പിന്നെ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പൊ നമ്മള് പിന്നെ ഏറ്റവും പറഞ്ഞിട്ടുണ്ടല്ലേ, ഖുർആൻ ഏറ്റവും നല്ല ശബ്ദമാധുര്യത്തോടുകൂടി പാരായണം ചെയ്യുമ്പോൾ ശബ്ദമാധുര്യത്തോട് പാരായണം ചെയ്യണമെങ്കിൽ നമുക്ക് തജ്വീദും കൂടി നന്നായാലേ അങ്ങനെ പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിനും പ്രാധാന്യം, പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ ആശയവും പിന്നെ ആശയം മനസ്സിലാക്കിയിട്ട് പോകുന്നതാണ്. അപ്പൊ ഒരു ആശയം അറിയാതെ ഖുർആനിലേക്ക് അതിന്റെ പാരായണ ഭംഗി കൂട്ടിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന അങ്ങനെയുണ്ട്. അതായത് ഒന്നും അറിയാണ്ട് ഈ പോപ്പ് ഗായകന്മാരുണ്ടാവുമല്ലോ, അപ്പൊ അവര് ഇസ്ലാമിലേക്ക് വന്ന കാര്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് അവർ ഈ ഖുർആാനിനോടുള്ള ഇഷ്ടം അവർക്ക് തോന്നിച്ചാൽ അതിന്റെ പാരായണ ഭംഗി കിട്ടി അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അമേരിക്കയിലുള്ള പല പോപ്പ് ഗായകന്മാർ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആശയം ചോർന്നു പോവാതെ ഖുർആൻ പാരായണം
പിന്നെ ആണ് നമുക്ക് വേണ്ടത്. കാരണം അത് പല അതായത് ആശയം ചോർന്നു പോകുന്ന ഖുർആൻ പാരായണം എന്താവും നമ്മളെ പല അപകടത്തിലേക്ക് എത്തിക്കും. അപ്പൊ പിന്നെ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഫുർഖാനില് 29-ാമത്തെ ആയത്ത് പിന്നെ വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അതായത് നാളെ പരലോകത്ത് വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതായത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ബോധനം വന്നി റസൂൽ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എന്റെ ജനങ്ങൾ ഈ ഖുർആൻ വർദ്ധിക്കപ്പെട്ടതായി ഖുർആന് വർദ്ധിക്കപ്പെട്ടതാക്കി കളഞ്ഞു. അതായത് പിന്നെ അതിനെ കുറിച്ച് പറയുന്നത് നാളെ പരലോകത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടിക്കാണിച്ച് പറയും, അള്ളാഹുവേ, ഈ ആയത്ത് പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ ഇവര് ഈ ആൾക്കാര് റസൂല് വിരൽ ചൂണ്ടിട്ട് പറയും, അള്ളാഹുവേയും ഈ നിൽക്കുന്ന എന്റെ ജനതയാണ്, എന്റെ ഉമ്മത്താണ്. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഖുർആനിൽ നിന്ന് ഹിജ്റ പോയവരാണ്. ഹിജ്റ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഒരു അതായത് ഒരു നാട് വിട്ടിട്ട് വേറെ നാട്ടിലേക്ക് പോവാം. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് പിന്നെ എന്റെ ഉമ്മത്താണ് അവരുടെ ഇവര് എന്റെ ഉമ്മത്താണ്, അവരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഈ ഖുർആനിൽ നിന്ന് ഹിജ്റ പോയവരാണ്. ഈ ഖുർആൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ അവർ ഈ ഖുർആൻ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഖുർആൻ വായിച്ചു, അത് റസൂല് പിന്നെ സമ്മതിക്കുന്നുണ്ട്, അത് പിന്നെ അത് റസൂല് നിരോധിക്കുന്നില്ല. പക്ഷെ ഇവർ ഖുർആനിന്റെ ആശയം പിന്നെ ആശയപരിസരത്തിൽ നിന്ന് അവര് ഹിജ്റ പോയി കളഞ്ഞു. അപ്പൊ ഈ ഖുർആനിന്റെ അർത്ഥതലത്തിൽ അവര് പ്രവേശിക്കേണ്ട രീതിയിൽ പ്രവേശിച്ചില്ല. അപ്പൊ അവര് അതിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ സൂറത്തുൽ ഫുർഖാനിന്റെ ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം റാസി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ഖുർആൻ പഠിക്കുന്ന അതൊരു നോട്ട് പുസ്തകത്തിൽ ആ പഠിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ജീവിതവുമായി ഈ വായിച്ചതിന് എഴുതിയതിനോ യാതൊരു ബന്ധവുമില്ല. ആ എഴുതി വെച്ച കാര്യം അയാൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതിനെ ഈ മനുഷ്യനെ യൗമുൽ ഖിയാമയിൽ കൊണ്ടുവരിക അയാളുടെ അതായത് ഈ ഇങ്ങനെ ഖുർആന് അവര് ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെ എഴുതിയിട്ടും ഇതെല്ലാം ഉണ്ടാവും, പക്ഷെ ഒന്നും ആഴത്തിൽ ശ്രദ്ധിച്ചിട്ടുമില്ല. ആഴത്തിൽ പിന്നെ അതായത് അവര് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഖുർആനിൽ പഠിച്ച കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവരെ നാളെ പരലോകത്ത് കൊണ്ടുവരാൻ വെച്ച് കഴിഞ്ഞാൽ ഈ പഠിച്ച ഭാഗങ്ങൾ ഖുർആന് കഴുത്തില് പിന്നെ ഖുർആനിന് കെട്ടിത്തൂക്കിയ അവസ്ഥയിലാണ് അവരെ കൊണ്ടുവരിക. അപ്പം അതായത് നമ്മൾ വായിച്ചു പഠിച്ച ഖുർആനിനെ നമ്മുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ അവസ്ഥ അവരെ ഹാജരാക്കും. പിന്നെ അപ്പൊ എന്നിട്ട് ഖുർആൻ പറയുകയാണ്, ഇവർ എന്നെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഖുർആൻ നമ്മളെ പിന്നെ അതായത് ആടെന്ന് പറയും, പരലോകത്തെന്ന് പറയും, ഇവർ എന്നെ വായിച്ച ആളാണ്. ഖുർആൻ നമ്മളെ പിന്നെ ഓതാത്തവരായിട്ട് നിരോധിക്കുന്നില്ല. എന്നാൽ ഖുർആൻ പാരായണവും ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവും ഇവർക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കും ഈ ഖുർആനും മനുഷ്യനുമിടയിൽ വേഗം ഒരു തീർപ്പുണ്ടാക്കണമെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ധൃതി കൂട്ടി പറയും. നമുക്കെതിരെ ഖുർആൻ നമ്മുടെ കഴുത്തിൽ തൂക്കിയതായി സംസാരിക്കുന്ന ഒരു രംഗം നാളെ മനുഷ്യരിൽ വരാണെന്ന് ഇമാം റാസി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ ഈ എഴുതി പഠിച്ചതും അർത്ഥം പഠിച്ചിട്ടും ഇതെല്ലാം ചെയ്തിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളില്ല ഒന്നുമല്ലാത്തൊരവസ്ഥ, നമുക്ക് തോന്നിയ പോലെ ഓരോ സാഹചര്യം നമ്മൾ അതിനനുസരിച്ചാണെങ്കിൽ ഖുർആൻ നമ്മൾ ആശയം അനുസരിച്ച് പഠിച്ചവരല്ല അല്ലെ ഒരിക്കലും. അപ്പൊ ആ ആശയം അനുസരിച്ച് പഠിച്ചവരാകുമ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും ആ ഒരു തഖ്വയും ഖുശൂഉം ഒക്കെ നമുക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ഇല്ലാത്തവരെ ഒരു അവസ്ഥ നാളെ പരലോകത്തെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആൻ പഠിച്ചത് കഴുത്തിൽ പെട്ടി തൂക്കിയിട്ട് അവിടെ ഹാജരാക്കപ്പെടും. അള്ളാഹു നമ്മളെ എല്ലാവരും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില ആളുകളുണ്ട്, അവര് ഫാത്തിഹ മുതൽ അന്നാസ് വരെ ഒരു അക്ഷരം പോലും വിട്ടുപോകാതെ പിന്നെ അവരുടെ കർമ്മം ചോർന്നു പോകും. അതായത് അവര് ഓതുമ്പോ ഒന്നും ഉണ്ടാവും, എല്ലാം വിട്ടുപോകാണ്ടാവും, പക്ഷെ അവരെ കർമ്മത്തിൽ നിന്ന് ഈ ഓതിയതെല്ലാം അങ്ങ് ചോർന്നു പോകും.
കർമ്മം ചോർന്നു പോകുന്ന പാരായണക്കാരായി നാം മാറരുത്, മറിച്ച് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്ന ആളുകളായിട്ട് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, പിന്നെ ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, തീരെ ഖുർആൻ വായിക്കാത്ത ആളുകൾ ഖുർആൻ അവഗണിച്ചവരാണ്. തീരെ ഖുർആനായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരും വായിക്കാത്തവരും ഖുർആൻ അവഗണിച്ചവരാണ്. എന്നാൽ ഖുർആൻ വായിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരും ഖുർആൻ അവഗണിച്ചതാണ്. അപ്പൊ അവര് മാത്രല്ല, ഖുർആൻ വായിച്ചിനെ പക്ഷെങ്കിൽ അതിന്റെ ആശയം, വെറും ഖുർആൻ പാരായണത്തിൽ മാത്രമല്ലാണ്ട് അതിന്റെ ആശയം കൂടി മനസ്സിലാക്കാത്തവരും എന്തിൽ പെടും? ഖുർആൻ അവഗണിച്ചവരിൽ പെടുന്നുണ്ട്. ഇനി ഒരാൾ ഖുർആൻ വായിച്ച് ആശയം മനസ്സിലാക്കി എന്നിട്ടത് അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അയാളും ഖുർആൻ അവഗണിച്ചവരാണ്. വളരെ ഗൗരവത്തിലുള്ള ഒരു വാക്കാണ് ഇതല്ല. ഈ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പിന്നെ എന്താ പറയുക, ചുഞ്ഞ് അന്വേഷിച്ച് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാ ഈ ചോദ്യങ്ങൾ. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഖുർആനിനെ അവഗണിക്കുന്നവരായി മാറരുത്, ഖുർആനിനെ പിൻപറ്റി ജീവിക്കുന്നവരായിരിക്കണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചിലപ്പോൾ നമ്മൾ ഖുർആനിനെ നമ്മുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഉപയോഗപ്പെടുത്തും അല്ലെ. നമ്മളിപ്പോ ഒരു വണ്ടിയെല്ലാം പുതിയ വണ്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു എന്താ പറയാ ഖുർആന്റെ ഒരു ആയത്തെല്ലാം കെട്ടി അങ്ങനെ ശീലമുള്ളവരുണ്ട്. അപ്പൊ അത് നമ്മളൊരു ഭൗതിക ആവശ്യത്തിനുള്ള ഒരു ഇതാക്കിയിട്ട് മാറ്റുന്നത്. അതായത് പിന്നെ നമുക്കൊരു സമാധാനം, ആ വണ്ടി കയറുമ്പോൾ ആ ഖുർആന്റെ ആയത്തുണ്ടാകുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അതൊരു ബറക്കത്തിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു രീതിയിൽ. അപ്പൊ അത് നമ്മളൊരു ഭൗതിക ആവശ്യം. അപ്പൊ അങ്ങനെ ഈ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട സാധനം മാത്രമല്ല ഈ ഖുർആൻ. എന്നാൽ നമ്മുടെ പിന്നെ ഹൃദയത്തിനകത്ത് നമ്മൾ ഖുർആനിനെ എത്രത്തോളം സൂക്ഷിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. ഈ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുമ്പോഴാണ് ശരിക്കുള്ള പിന്നെ ബർക്കത്ത് നമുക്ക് ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയം ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെയാണ്. അതില് വെള്ളം പിന്നെ നനഞ്ഞാൽ പിന്നെ പറയും വേണ്ട അല്ലെ. പിന്നെ ഇരുമ്പിന്റെ മേലെ വെള്ളം നനയുമ്പോൾ തുരുമ്പെടുക്കുമല്ലോ. അപ്പോ സ്വഹാബികള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഇരുമ്പ് തുരുമ്പെടുത്താൽ അതിനെ പിന്നെ നന്നാക്കാൻ നമുക്കറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നമുക്ക് അതിനെ നന്നാക്കാൻ അറിയാം പ്രവാചകനെ. എന്നാൽ പ്രവാചകൻ മനുഷ്യന്റെ ഹൃദയം തുരുമ്പെടുത്താല് അതെങ്ങനെയാണ് ശരിയാക്കുക? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് മരുന്നുകളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന് മരണത്തെ കുറിച്ചുള്ള ആലോചന, രണ്ട് ഖുർആൻ പിന്നെ തിലാവത്ത് ചെയ്യല്. അതായത് ശരിക്കും മരണത്തെ കുറിച്ചിട്ടുള്ള ആലോചന നമ്മളെ കൂടുതൽ ഖുർആനിലേക്ക് അടുപ്പിക്കും. നമുക്കൊരു പിന്നെ ഈമാനും തഖ്വയെല്ലാം ഉണ്ടാക്കിയെടുക്കും. നമ്മളെ മരണത്തിനെ കുറിച്ച് നമ്മൾ ഓരോ ദിവസം ആലോചിക്കും. നമുക്ക് ഭയങ്കര പേടിയും ഒരു അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഖുർആൻ തിലാവത്ത് ചെയ്യുക. തിലാവത്ത് ചെയ്യുന്ന തിലാവത്ത് ചെയ്യുന്ന വെച്ചാൽ വെറുതെ ഓതലല്ല, അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ടിട്ട് പിന്നെ അതിനെ പിന്തുടരുക എന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം എന്ന് വെച്ചാല് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാനുള്ള ഏറ്റവും വലിയ വഴി തിലാവത്തുൽ ഖുർആനാണെന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. പിന്നെ സൂറത്ത് ത്വാഹയില് പിന്നെ 124 ആയത്തില് ഇപ്പൊ ഞാൻ ഓതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അല്ല 100 മാറ്റിമറിച്ച ആയത്തില് പറയുന്നുണ്ട്. അപ്പൊ അതല്ലാണ്ട് ഇതിൽ സൂറത്ത് ത്വാഹയിൽ 124 ആയത്തില് പറയുന്നുണ്ട്. അതായത് വമൻ അറദ അൻ സിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകൻ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ആരെങ്കിലും എന്റെ ഉത്ബോധനത്തെ വിട്ടുതിരിഞ്ഞു കളഞ്ഞാൽ നിശ്ചയമായും അവന് ഇടുങ്ങിയ ഒരു ജീവിതം ഉണ്ടാകുന്നതാണ്. ഖിയാമത്ത് നാളിൽ അവനെ പിന്നെ അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടുന്നതുമാണ് എന്നാണ് ഈ ആയത്തിൽ കൂടി പറയുന്നത് സൂറത്ത് ത്വാഹയിൽ. അപ്പൊ പിന്നെ ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അൻകമ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പുറങ്കാലോട് കൊണ്ട് തട്ടി മാറ്റുന്നതിനാണ് അൻകമ എന്ന് പറയാം. അപ്പം ഖുർആനിനെ ജീവിതം കൊണ്ട് അവഗണിച്ചവനെ അവർക്ക് ദുനിയാവ് തന്നെ ശരിക്കും പറഞ്ഞാല് ഖുർആനിൽ ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് നിലവിൽ അവര് നമ്മൾ കാണും ഭയങ്കര എല്ലാം കൊണ്ടുള്ള ഭയങ്കര ഇതുള്ള ആൾക്ക് ഉഷാറുള്ള അങ്ങനെ, അതായത് സാമ്പത്തികമായിട്ടുള്ള ഭയങ്കര ഇതായിരിക്കും. പക്ഷെ അവർക്കപ്പോ ഒരു ഇടുക്കം ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ, ഒരു വിശാലത ഉണ്ടാവില്ല. അത് അള്ളാഹ് കൊടുക്കൂല. അതായത് അത് അവർക്കുള്ള ഒരു ശിക്ഷയായിട്ടാണ് പറയുന്നത് ഈ ഖുർആൻ അവഗണിച്ചവർക്ക്. അപ്പൊ ഖുർആനിന് ജീവിതം കൊണ്ട് അവഗണിച്ചവർക്ക് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്ന്, അയാൾ വലിയ സമ്പന്നനാണെങ്കിലും
പക്ഷെ അവര് ദുനിയാവിൽ അയാൾക്ക് ഒരു ദുഃഖം ഫീൽ ചെയ്യും. അപ്പം രണ്ടാമത് ഞാൻ അന്ധനായിട്ട് അയാളെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പെടും. സത്യത്തിൽ ഖുർആൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത് നമ്മുടെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വരണ്ടിക്കല് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ അല്ലെ? ആ ഖുർആനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വഴികാട്ടിയാകണമെങ്കിൽ വെറുതെ ഒന്നും ആവൂല. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും, നമ്മൾ ദ്വാ ചെയ്യും ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം, അതായത് നമുക്ക് ബർക്കത്ത് ഉണ്ടാക്കി എടുക്കേണ്ടെങ്കിൽ ഖുർആനിൽ കൂടി നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് അതിലുള്ള എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മള് പഠിക്കുമ്പോ നമ്മള് ഖുർആൻ കൊണ്ട് പഠിക്കുന്ന ആൾക്കാരാകുമ്പോ അത് നമ്മളിൽ, നമ്മുടെ മക്കളിലേക്കോ ഇണകളിലേക്കോ എല്ലാം അത് വ്യാപിക്കും അല്ലെ? അപ്പൊ അവർക്ക് തോന്നും നമ്മളെ ഖുർആൻ പഠനം ഇതിലെന്തോ ഇവര് പഠിക്കുന്നത് കൊണ്ട് അതിൽ നമുക്കൊരു ബർക്കത്തിന് അവർക്ക് തന്നെ തോന്നും. അപ്പൊ അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ പഠിക്കണം. അത് നമുക്ക് മാത്രമല്ല, നമ്മളെ ഈ പഠനം വേറെ മറ്റുള്ളവരിലും കൂടി എത്തിക്കണം എന്നുള്ളൊരു ആ ഒരു നിയത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മളെ പഠനം. അപ്പൊ അങ്ങനെ അപ്പൊ നാളെ, അതായത് ഈ ഇപ്പൊ ഞാൻ സൂറത്ത് ത്വാഹയിൽ ആയത്ത് ഓതിച്ചു. അപ്പൊ അന്ത്യനാളിൽ ഈ അന്ധനായി കൊണ്ടുവന്ന ആള് അള്ളാഹുവിനോട് ചോദിക്കും, എന്തിനാ റബ്ബെ നീ എന്നെ ഇങ്ങനെ അന്ധനായിട്ട് കൊണ്ടുവന്നത്? എനിക്ക് ദുനിയാവെന്ന് നല്ല കാഴ്ചശക്തിയും എല്ലാം ഞാൻ നല്ല ഉഷാറായിട്ട് നടന്ന ഒരാളല്ലേ, പിന്നെ റബ്ബെ നീ എന്തിനാ എന്റെ കാഴ്ച എടുത്തു കളഞ്ഞത്? അള്ളാഹിന്റെ മറുപടി ശരിയാണ്, നീ കണ്ണുകൾ കാണുന്ന ആളായിട്ട് തന്നെയാണ് ജീവിച്ചത്, പക്ഷെ നീ എന്റെ ആയത്തുകൾ നീ മറന്നു കളഞ്ഞു. നസിഹ, അതായത് അത് മറന്നു കളഞ്ഞു, അതുകൊണ്ട് അതുപോലെ നിന്നെയും ഞാൻ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞ അള്ളാഹു തിരിഞ്ഞാളി കാത്തിരക്ഷിക്കട്ടെ. നാളെ പരലോകത്ത് ഈ ഖുർആനിനെ, നമ്മളെ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവര് നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ധനായിട്ട്, കണ്ണു കാണാത്ത ആളായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരിക. അള്ളാഹുടെ നമ്മൾ തിരിഞ്ഞ് ചോദ്യം ചോദിക്കും, എന്തിനാ നീ എന്നെ അന്ധനായിട്ട് കൊണ്ടുവരും? അപ്പൊ അള്ളാഹു പറയുന്നു, നീ എന്നെ മറന്നു കളഞ്ഞു, അതുകൊണ്ട് ഞാൻ നിന്നെ മറന്നു എന്നിട്ട് അള്ളാഹു അവരോട് പറയും. അപ്പൊ ആ ഖുർആൻ മറന്ന മനുഷ്യനെ അള്ളാഹു മറക്കും. അപ്പൊ നമ്മൾ ഖുർആൻ മറക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ മറക്കും. പരലോകത്ത് അള്ളാഹു അത്തരക്കാരെ തിരിഞ്ഞു നോക്കുപോലും ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അത് അമലിൽ കൊണ്ടുവരികയും ചെയ്യണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അവരുടെ ഒരാളുടെ ഹൃദയത്തിൽ എത്രയാണോ ഖുർആൻ ഉള്ളത് അല്ലെ, അത് നമ്മൾക്ക് അറിയാം. അസ്ലം ടീച്ചർ, നമ്മളെ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കേട്ടത് അല്ലെ. എത്രയാണോ നമ്മളെ ഹൃദയത്തിൽ ഖുർആൻ ഉള്ളത് അതനുസരിച്ചായിരിക്കും നാളെ പരലോകത്ത് നമ്മളെ ഉയർച്ച കയറി പോകുന്നത്. ആ ഖുർആനിന്റെ പഠിച്ചതിനനുസരിച്ചായിരിക്കും അയാളുടെ പദവി. അപ്പൊ ഇത്രയും നിങ്ങളുടെ മുന്നിൽ അതായത് പറഞ്ഞത്, ഖുർആൻ എന്നത് ബർക്കത്തിന് വേണ്ടി വായിച്ചു വിടുന്ന ഒരു കിതാബല്ല. ഖുർആൻ നമ്മുടെ ജീവിതം പറയുന്ന കിതാബാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അതായത് വിധിവിലക്കുകളെ കുറിച്ചിട്ട് എല്ലാ ഈ കിതാബിലുണ്ട് അല്ലെ. എല്ലാ സംസ്കാരം എങ്ങനെ ചെലവഴിക്കും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ സ്വഹാബിമാര് ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെ ചെലവഴിക്കണം എത്തിയുമ്പോൾ, അപ്പൊ നമുക്ക് അതിലില്ലാത്തൊരു കാര്യമില്ല. എല്ലാ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഖുർആനിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ പഠിക്കാൻ സന്നദ്ധരാകുന്നില്ല എന്നാണ് അതിന്റെ ഒരു സത്യം. അപ്പൊ നമ്മുടെ സംസ്കാരത്തെയും അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഖുർആനിനെ വായിച്ചു വിടാതെ ആ കിതാബിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ ഖുർആൻ നമുക്ക് നാളെ അനുകൂല സാക്ഷി പറയുകയുള്ളൂ. ഇഹപര വിജയം നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ഖുർആൻ പഠനം കൊണ്ട് ഈ ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാവും, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സന്തോഷപൂർവ്വം കൂടി നമുക്ക് നിൽക്കാനുള്ള സാഹചര്യം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അന്ധനായിട്ടാണ് അള്ളാഹിന്റെ മുമ്പിൽ നമ്മളെ കൊണ്ടുവെക്കുക. അപ്പൊ നമ്മളെ അന്ധനല്ലാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു സർവശക്തനാഥൻ നമ്മളെ ഓരോ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാ കുറച്ചുകൂടി പറയാനുണ്ട്, പക്ഷെ ഞാൻ അത് എഴുതിയിട്ടില്ല, അതുകൊണ്ട് പറയാത്തെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും സ്വാഹിബുൽ ഖുർആനുകളായിട്ട്, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഹിജ്റ പോയുന്നവരെ കൂട്ടത്തിൽ പെടാതെ സ്വാഹിബുൽ ഖുർആനുകളായിട്ട് നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളിൽ വന്നുപോയ
ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ എല്ലാവരും ഈ നോമ്പുകാരായിട്ടില്ല അല്ലെ, ഈ പകലിൽ അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്വീകരിക്കണേ നാഥ. ഞങ്ങളെ നോമ്പുകളും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും ഒരു അണുമണിത്തൂക്കം പോലും പാഴായി പോവാത്ത രീതിയിൽ അതിന് ഏറ്റവും നല്ല രീതിയിൽ നോമ്പെടുക്കാനും ഈ ഇത്രവരെ നമ്മൾ എടുത്ത നോമ്പുകൾ അള്ളാഹുവിന്റെ അള്ളാഹുവിൽ സ്വീകാര്യമായ നല്ല നോമ്പാക്കി തരികയും ചെയ്യട്ടെ. അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ഖബറിൽ നീ വിശാലമാക്കുകയും നാളെ അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളെ മക്കളാ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ദുആ ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെ, എല്ലെങ്കിലും ദുആ ചെയ്യണം വേണ്ടാന്നല്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ചുറ്റുപാടുകൾ ഉള്ളത്. അതുകൊണ്ട് അള്ളാഹുവെ, ഞങ്ങളെ മക്കളെയും നമ്മളെ ചുറ്റുപാടുള്ള മക്കളെയും നമ്മളെ വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളെ മക്കളെ നീ ഇഹത്തിലും പരത്തിലും ഗുണം ചെയ്യുന്ന സ്വാലിഹായ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഈ റമദാനിലെ റമദാനിനെ കരിച്ചു കളയാന്നാണ് അർത്ഥം. അതുപോലെ നമ്മളെ പാപങ്ങളെ നീ കരിച്ചു കളയണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. ഈ ലോകവും നാളെ പരലോകവും ഞങ്ങളെ നീ വിജയിപ്പിച്ചു തരണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളെ ഈ കൂടിയിരുത്ത നീ സ്വീകരിക്കുകയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ ഒരു ഇരുത്തത്തിനേക്കാളും ഉയരത്തിൽ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. وآخر دعوانا